നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പച്ചക്കറിക്കാരൻ വന്നപ്പോൾ വാങ്ങിയതാണ് ബീൻസ്. നല്ല സോഫ്റ്റ് നല്ല കിളിന്തായിട്ടുള്ള ബീൻസ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അയാൾ പറഞ്ഞു വാങ്ങിച്ചോളൂ ടീച്ചറേ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. സാധാരണ അങ്ങനെ അധികമൊന്നും വാങ്ങാറില്ല, കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങി. നല്ല സാധനമാണല്ലോ, നമുക്കറിയാം. ബീൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം വിറ്റാമിനുകളുണ്ട്, അതുപോലെ അയൺ ഉണ്ട്, അതുപോലെ തന്നെ നാരുകളുണ്ട്, പിന്നെ പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ നല്ല ശക്തമായിട്ടുള്ള ഒരു ഉറവിടമാണ് പ്രോട്ടീൻ, അതുപോലെ നാരുകൾ, പിന്നെ ഇരുമ്പ്, അതുപോലെ തന്നെ വിറ്റാമിനുകൾ. ഇതിൻ്റെയൊക്കെ നല്ല കലവറയെന്നാണ് പറയണത് ഈ ബീൻസ് എന്ന് പറഞ്ഞാൽ. പലതരത്തിൽ നമ്മളത് വയ്ക്കാം. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം, അതുപോലെ കുടലിൻ്റെ ആരോഗ്യം, ഇതിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് ഇന്ന് വയ്ക്കാം കേട്ടോ. നോക്കാം നമുക്ക് കേട്ടോ. അവിടെ ജയശ്രീ അവിടെ അത് നുറുക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. എന്താ ഇന്നൊക്കെ ഉള്ളതാ അല്ലേ? അപ്പോൾ ബീൻസ് നമ്മൾ ഇന്നലെ വാങ്ങിയതല്ലത്, സുഭാഷിൻ്റെ വാങ്ങിയത്. നാര് കളഞ്ഞിട്ട് മൂത്തിട്ടുണ്ടാ? നല്ലതാ അല്ലേ? സൂപ്പർ. നോട്ടെ അരിഞ്ഞോളൂ. നമുക്ക് ആവശ്യമുള്ള ബീൻസിൻ്റെ രണ്ട് ഭാഗത്ത് ഒടിച്ചിട്ട് അതിൻ്റെ നാര് ഇങ്ങനെ കളയുക. അങ്ങനെ അറിയണേ? ഇതിങ്ങനെ നീളത്തിൽ നുറുക്കിയാൽ കൂടുതൽ സ്പേസ് ഉണ്ടാവും മുറിഞ്ഞ ഭാഗത്ത്. കണ്ടോ? ചെരിച്ച് നുറുക്കിയാൽ അപ്പോൾ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും. കണ്ടോ? ഒക്കെ നുറുക്കിക്കഴിഞ്ഞു. എല്ലാം ഇങ്ങനെ കോണായിട്ടാണ് ചെരിച്ച് നുറുക്കിയിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇത്രയും ചുമന്നുള്ളിയാണ് നീളത്തിൽ കീറി വെച്ചേക്കാണ്. ഒരു 10-15 ചുവന്നുള്ളി ഇട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടുള്ളൂ ജയശ്രീയ. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ. അങ്ങനെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടു. വെളിച്ചെണ്ണ ചൂടായി. കടുകിടാം. കടുകിട്ടു. 1 ടീസ്പൂൺ കടുക്. അതൊന്ന് പൊട്ടിക്കഴിയട്ടെ. ഒരു വറ്റൽ മുളക് പൊട്ടിച്ച് ഇടാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വെറുതെ പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് 2 എണ്ണം ഉണ്ട്, അത് അതിലിടാം. ഇട്ടു. ഇനി പിന്നാലെ ഉള്ളിയിടാം. ഉള്ളി ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കുക, വഴറ്റുക. കറിവേപ്പില ഇടണ്ടേ? കറിവേപ്പില ഇട്ടു. നന്നായിട്ട് ഇട്ടോളൂ കറിവേപ്പില. നല്ല സ്വാദാ കറിവേപ്പില ഇടുന്നത്. ഇനി നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബീൻസ് ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിൻ്റെ നനവ് കൊണ്ട് മാത്രം ഇത് വെന്തോടും. വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങനെ വേവും. അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ്. വീണ്ടും ഇളക്കുക. ഇപ്പം പതുക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇതിൽ കഴിയുമ്പോൾ അടച്ചു വയ്ക്കാം നമുക്ക്. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചു. കുറച്ച് നേരം അടഞ്ഞിരിക്കട്ടെ. അതിൻ്റെ ഉള്ളിലിരുന്ന് വേവട്ടെ. കുറച്ച് കഴിഞ്ഞു, തുറന്നു. ഒന്നും കൂടി അത് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിൽ. വെള്ളം എന്തുണ്ടോ നോക്കട്ടെ. ഇല്ല, പതുക്കെ ഒന്ന് വാടിയിട്ടുള്ളൂ. ഒന്നും കൂടി അതിലിരുന്നിട്ട് വേവട്ടെ. കുറച്ച് നേരം കൂടി കഴിഞ്ഞു. വീണ്ടും തുറന്ന് നോക്കാം.
ഒരുവിധം അങ്ങനെ വെന്തുകൊണ്ടിരിക്കണു. ഉണ്ടോ? കുറച്ച് ഉപ്പും കൂടി ഇടാനുണ്ട് കേട്ടോ. ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇളക്കിക്കോളാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കതിൽ നാളികേരം ഇടണം കേട്ടോ. ഒരു ഇതായിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. ഒന്നും കൂടി വെന്തോട്ടെ അല്ലേ. ഇപ്പം എന്തായി? ആ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളികേരം ഇടാം. വീണ്ടും ഒന്ന് ഇളക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അധികം മുളക് ഇട്ടിട്ടില്ലല്ലോ ഞാൻ, പച്ചമുളകല്ല ഇട്ടേക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് അതെടുത്ത് കളഞ്ഞാൽ മതി, വേണ്ടവർക്ക് കഴിക്കാം. പണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വാങ്ങി വയ്ക്കാം. ജസ്റ്റ് പകർത്തുന്നുണ്ട്. ഞാൻ പകർത്താട്ടോ. അതിന് ഇപ്പം പണി കഴിഞ്ഞു, ഒക്കെ പകർത്തി കേട്ടോ. ഇതാ കണ്ടോ, സൂപ്പർ. അപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി വെക്കൽ കഴിഞ്ഞു. തോരന്ന മെഴുക്ക് പുരട്ടി എന്ത് വേണമെങ്കിലും പറയാം. എന്തായാലും അത് കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ നല്ല രസമാണ്. പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊണ്ടുപോകാം, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാം, അതിനൊക്കെ നല്ലതാണ്. നല്ലോണം കഴിച്ചോളൂ കേട്ടോ എല്ലാവരും. ബീൻസ് കിട്ടുമ്പോൾ ഒരിക്കലും കളയണ്ട, നന്നായിട്ട് കഴിക്കുക. ബീൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ ആരോഗ്യം, കരളിൻ്റെ ആരോഗ്യം, കുടലിൻ്റെ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിരിക്കണതേ. ഫൈബറുണ്ട് അല്ലേ, വിറ്റാമിനുകളുണ്ട്, അയേണുണ്ട്, പിന്നെ പ്രോട്ടീനുണ്ട്. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകുന്ന സാധനമാണ്. വാങ്ങിക്കോളൂ, ഉണ്ടാക്കിക്കോളൂ, കഴിച്ചോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്തോളൂ കേട്ടോ. ഓക്കേ.